ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് തത്കാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, തത്കാലായിട്ട് എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് യാത്രയുടെ തലേ ദിവസം AC ആണെങ്കിൽ 10 മണിക്കും അതേപോലെ നോൺ AC ആണെങ്കിൽ 11 മണിക്കുമാണ് ഇത് ബുക്ക് ചെയ്യേണ്ട സമയം എന്നുള്ളത്. ഇത് കൃത്യമായി നമ്മൾ ഈ സമയത്ത് കൃത്യമായി IRCTCയുടെ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും കൺഫേം ടിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ IRCTCയുടെ റെയിൽ കണക്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ആരൊക്കെയാണോ യാത്ര ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് ആ സമയത്ത് ഒരു 11 മണിക്ക് നമ്മുടെ നോൺ AC ബുക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരില്ല, ആദ്യം തന്നെ സേവ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ നമുക്ക് IRCTCയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ മുകൾ ഭാഗത്ത് നമുക്കറിയാം ട്രെയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് താഴെ ഭാഗത്ത് കാണാം ഹോം, അക്കൗണ്ട്, ഷോപ്പ്, ട്രാൻസാക്ഷൻ തുടങ്ങി ഓപ്ഷനുകൾ താഴെ കാണാം. അതിൽ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും, ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ മൈ പ്രൊഫൈൽ, IRCTC വാലറ്റ്, മാസ്റ്റർ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ മാസ്റ്റർ ലിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിൽ നമുക്കറിയാം ഞാനിവിടെ 2 പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പാസഞ്ചേഴ്സിൻ്റെ ആരൊക്കെയാണോ യാത്ര ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ മുകൾ ഭാഗത്ത് കാണാം ആഡ് പാസഞ്ചർ എന്നുള്ള ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിലാണെങ്കിൽ മെയിൽ, പിന്നെ ബർത്ത് പ്രിഫറൻസ്, അതുപോലെ ID കാർഡ് വേണമെങ്കിൽ അതും സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് നിൽക്കാം. അങ്ങനെ പാസഞ്ചേഴ്സിന് ആദ്യം തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. എന്നാൽ നമുക്ക് ആ സമയത്ത് പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ട് വരില്ല, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 10:55 നമ്മൾ ലോഗിൻ ചെയ്യാണ്. നമ്മുടെ IRCTC ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാണ്. 11 മണിക്കാണ് നമുക്ക് നോൺ AC ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് ചെന്നൈക്ക് 17-ാം തീയതിയുള്ള ടിക്കറ്റാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റേഷനുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒറ്റപ്പാലം ടു ചെന്നൈ, ജനറൽ കോട്ട എന്നുള്ളടുത്ത് അവിടെ തത്കാൽ ആക്കി കൊടുക്കുക. അതുപോലെ നമ്മുടെ തീയതി 17-ാം തീയതിയാണ് നമുക്ക് ടിക്കറ്റ് വേണ്ടത്, 17-ാം തീയതി ആക്കുക. ഇവിടെ ഇപ്പോൾ ജനറലാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ജനറൽ കോട്ട തത്കാലിലേക്ക് മാറ്റി സെർച്ച് ട്രെയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം 1:20 ഒറ്റപ്പാലത്ത് നിന്ന് ചെന്നൈക്കുള്ള ട്രെയിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ 3A AC ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 11 മണി ആവുമ്പോൾ കൃത്യമായി നമ്മൾ SL സെലക്ട് ചെയ്യും. സ്ലീപ്പറാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ സ്ലീപ്പർ സെലക്ട് ചെയ്യും. അപ്പോൾ ഇത് റീഫ്രഷായി നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ സമയം 10:59 11 മണിക്കാണ് നമ്മുടെ ടിക്കറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 2A എന്നാണ്, AC ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 11 മണിയായി, SL സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര സീറ്റ് ഉണ്ടെന്നുള്ളത് കാണാൻ സാധിക്കും. ഒന്നും കാണിക്കുന്നില്ല, അപ്പോൾ നമുക്ക് 2A കിട്ടാണ്ട് ഒന്നും പാടെ റീഫ്രഷ് ചെയ്ത് നോക്കുക. SL സെലക്ട് ചെയ്തു.
ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വന്നു 43 സീറ്റുകൾ കാണുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തു. അടിയിൽ പാസഞ്ചർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിവ്യൂ ജേണി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സേവ് ചെയ്തിട്ടുള്ള പാസഞ്ചേഴ്സിനെ അവിടെ കാണാൻ സാധിക്കും. ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താഴെ ഭാഗത്ത് നമ്മൾ മുമ്പ് സേവ് ചെയ്തിരുന്ന ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്തുകൊണ്ട് താഴെ പേ UPI എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സമയത്ത് എല്ലാവരും ഈ ആപ്ലിക്കേഷനിൽ കയറുന്നത് കൊണ്ട് തന്നെ വളരെ ലോഡിംഗ് ആയിരിക്കും. ഇവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്യാനുണ്ട്, ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് 2 പേർക്ക് 951 രൂപയാണ് വരുന്നത്. 470 രൂപയാണ് ഒരാൾക്ക് വരിക. സെലക്ട് ചെയ്തു. പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വന്നു, അവിടെ Paytm സെലക്ട് ചെയ്തു. നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പേയ്മെൻറ്റ് സക്സസ് ആയി. നമ്മുടെ ആപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് കൺഫേം ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. കൺഫേം S5 62, അതുപോലെ S5 64. സൈഡ് അപ്പർ ബെർത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും രണ്ടും കൺഫേം ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് ചെയ്താൽ നമുക്ക് കൺഫേം ടിക്കറ്റ് തന്നെ നമുക്ക് ലഭിക്കും. നല്ല റേഞ്ചുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം, കാരണം വളരെ ലോഡിംഗ് ആണ്. അപ്പോൾ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.